പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടിലെ പെന്തക്കോസ്ത് സഭയും ഇന്നത്തെ പെന്തക്കോസ്ത് സഭയെയും കുറിച്ചാണ്. വലിയൊരു പവർഫുൾ മെസ്സേജൊന്നുമല്ല, ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം പറയുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്നുള്ള പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ തിരുവചന ചിന്തയിലേക്ക് കടക്കുവാനായി താല്പര്യപ്പെടുന്നു. അതിന് തിരുവെഴുത്തുകൾ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടും ചരിത്രപരമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ബുക്കിൽ വായിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും തിരുവചന ചിന്തയിലേക്ക് കടക്കുവാനായി താല്പര്യപ്പെടുന്നതിന് മുൻപ് ആദിമ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ചാണ് ആദ്യം പറയാനിരുന്നതെങ്കിലും ഇപ്പോഴത്തെ പെന്തക്കോസ്ത് സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായി താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ഈ ദൈവസഭയെക്കുറിച്ച് റിച്ചാർഡ് ഹാർവേസ്റ്റർ എന്ന കർത്തൃദാസൻ തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: ദൈവസഭ ആരംഭത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യപ്രകാരം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുവിൻ എന്നുള്ള വചനപ്രകാരം വിശ്വാസ സ്നാനം സ്വീകരിച്ച് കൂട്ടായ്മ ആചരിച്ച് പോന്ന ദൈവസഭയെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ പറയുന്ന 2 വാക്യങ്ങളും ഇങ്ങനെ പറയുന്നു. 89 സങ്കീർത്തനം 7 വാക്യം പറയുന്നു: വിശുദ്ധന്മാരുടെ സംഘം എന്ന് പറയുന്നു. ദൈവസഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ സംഘമാണ്. നേരുള്ളവരുടെ കൂട്ടമാണ്. 111 സങ്കീർത്തനം 11 വാക്യം. പത്രോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ആത്മീയ ഗ്രഹമെന്നാണ്. പത്രോസ് എഴുതിയ 1 ലേഖനം 2:5 പറയുന്നു ആത്മീയ ഗ്രഹമെന്നാണ് പറയപ്പെടുന്നത്. ദൈവത്തിൻ്റെ സഭ ആത്മീയ ഗ്രഹമാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 3:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. നാം ക്രിസ്തുവിൻ്റെ കൃഷികളാണ്, ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, പൗരന്മാരാണ്. ഇതാണ് ദൈവവചനത്തിൽ കാണുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് സമയമുണ്ടെങ്കിൽ പിന്നെ വരാം. എങ്കിലും ഒരു ചിന്ത തരാം. നമ്മൾ ദൈവത്തിൻ്റെ കൃഷികളാണെങ്കിൽ വരണ്ട് കിടക്കുന്ന വയല് കണ്ണുനീരിൽ കട്ട കുതിർത്ത്
വിണ്ട് കീറിക്കിടക്കുന്ന വയലിനെ നനച്ച്, ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളൊക്കെ പറയും കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യുമെന്ന്. അത് ആത്മാക്കളുടെ കൊയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ വരുമ്പോൾ, മഴ പെയ്ത് കള പറിച്ച് കളഞ്ഞ് ഈ ചാലുകളിലെല്ലാം വെള്ളം നിറഞ്ഞ് ആ വയലിനെ ഒരുക്കി പത്തായത്തിനകത്ത് ഇട്ടിരിക്കുന്ന നെല്ല്, വിത്തിനായിട്ട് പ്രത്യേകം ഉണക്കിയിട്ടിരിക്കുന്ന നെല്ല്, അതിനെ വിതച്ച് അതിനെ ഞാറ് പെറുക്കി അതിനെ വളർന്ന് ഞാറ് നട്ട് ഒക്കെ ഉണ്ടാക്കി എടുക്കണം. അല്ലാതെ ഈ ഞാറിൻ്റെ മുകളിൽ വെച്ച് പണിയുന്നതൊന്നും സഭയൊന്നുമല്ല. ഇനി 10 അടിച്ചു മാറ്റി കൊണ്ടുപോയി പണിയുന്നത് സഭയല്ല. ഇതൊന്നും സഭയല്ല. ഇതൊക്കെ ആടുകളെ മോഷ്ടിക്കുന്നതെന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. ആരാണ് ഈ ആടുകളെ മോഷ്ടിക്കുന്നതെന്ന്. ആടുകളെ മോഷ്ടിക്കുന്നതെന്ന് പറയുന്നത് കരടി സിംഹമാണ്. ദാവീദ് അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആടിനെ പിടിക്കാൻ കരടി വന്നു, സിംഹം വന്നു. ചുരുക്കി പറയുക, ആട് വന്നു, സിംഹം വന്നു. അവസാനം ഇതിനെ രണ്ടിനെ അതിൻ്റെ വായിൽ നിന്ന് വലിച്ച് കീറി ആടിനെ ജീവനോടെ രക്ഷിച്ചു. തൻ്റെ ജീവനെ പണയം വച്ച് യേശുക്രിസ്തു യോഹന്നാൻ 10 പറയുന്നത് പോലെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനെ പോലെ ദാവീദ് തൻ്റെ ജീവനെ പണയം വച്ച് കരടിയും സിംഹവും വന്നതിൻ്റെ വായിൽ നിന്ന് ആടിനെ ജീവനോടെ രക്ഷിച്ച ദാവീദിനെ പോലെ ഇന്ന് ആടിനെ ജീവനോടെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ആടുകളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ആടുകളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞത് കൊണ്ടോ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ പറഞ്ഞത് കൊണ്ടോ ഒറ്റയൊരെണ്ണവും ശരിയാവുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ ഞാനിത് കണ്ട് വർഷങ്ങളായി ഇത് കണ്ട് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇത് ആത്മാവിൽ പറയുന്നതെന്നൊന്നും ഞാൻ പറയത്തില്ല. കണ്ട കാര്യം, മാനുഷികമായിട്ട് കണ്ട കാര്യം കണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ നല്ലവരില്ലേ? ഉണ്ട്. എല്ലാവരും ഇല്ലല്ലോ. എല്ലാത്തിലും ഇല്ലേ നല്ലവർ? ഹൈന്ദവരിൽ നല്ലവരുണ്ട്, മുസ്ലിം സഹോദരങ്ങളിൽ നല്ലവർ, ഹൈന്ദവ സഹോദരങ്ങൾ നല്ലവരുണ്ട്, മുസ്ലിം സഹോദരങ്ങളിൽ നല്ലവരുണ്ട്, കത്തോലിക്ക, ഓർത്തഡോക്സ്, CSI, മർത്തോമ ഇവരിൽ നല്ലവരുണ്ട്, പെന്തക്കോസ്തിന് നല്ലവരുണ്ട്. എല്ലാവരിലും നല്ലവരുണ്ട്. എല്ലാവരും അല്ലതാണ്. ചിലരെ എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അധ്വാനിച്ചൊരു 2 ആത്മാക്കളെ നേടാൻ ആർക്കാ കഴിയുന്നത്? ആരോടാ 2 പേരോട് സുവിശേഷം പറയാൻ കഴിയുന്നത്? അങ്ങനെയുള്ള ദൈവദാസന്മാരുണ്ട്. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വില കൊടുത്ത് കുറച്ച് ആത്മാക്കളെ നേടിക്കൊണ്ട് വരുമ്പോൾ അതിനെ പറിച്ചു കളയാൻ, പറിച്ചു കീറാൻ അതിൽ ഒരു കൂട്ടരാണ് യേശുനാമക്കാർ എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ ആൾക്കാർ. യേശുനാമക്കാർ മുക്കിയവനെ പിടിച്ച് മുക്കാൻ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് കാരണം ഇതുപോലെ കാട്ടിലൊക്കെ ഇറങ്ങി ആഴങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കരടി സിംഹമൊക്കെ കാണും. മറ്റേ കസേര പുറത്തിരുന്ന് പറഞ്ഞാൽ മതിയല്ലോ, മുക്കിയവനെ പിടിച്ച് മുക്കിക്കുമെന്ന്. അതിനുള്ള കുറിവാക്യങ്ങളും മുറിവാക്യങ്ങളൊക്കെ എടുത്താൽ മതിയല്ലോ. ഞാൻ യേശുനാമക്കാർക്കുള്ളൊരു മറുപടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് യൂട്യൂബിൽ, മനസ്സിലായില്ലേ? എന്നിട്ടങ്ങ് പബ്ലിക്കിൽ കിടന്നങ്ങ് വാദിച്ചോളുക. യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനയ്ക്കപ്പുറത്ത് വേറൊരു കാര്യമില്ല. ഞങ്ങൾ യേശുക്രിസ്തുവിനെ തന്നെയാണ് പിൻപറ്റുന്നത്.
തൃത്വം എന്നൊരു പദം ഇല്ലെങ്കിൽ 100 കണക്കിന് ഇത് കിടക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് യഹോവയുടെ സാക്ഷികൾ എന്നും പറഞ്ഞവരുടെ കൂട്ടർ. പിന്നെ ആത്മാവില്ലാത്ത ഒരു കൂട്ടർ. എല്ലാവരെയും അടച്ച് കുറ്റം പറയുന്നതല്ല. യേശുക്രിസ്തു പറഞ്ഞ ഒറ്റ വചനം മതി എനിക്ക്. മത്തായി 28:18, 19, 20. സ്വർഗത്തിലും ഭൂമിക്ക് സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18 മുതൽ 20 വരെ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്ന് പറഞ്ഞിരുന്നത് ഓക്കെ, നാമത്തിലെന്നാ പറഞ്ഞത്. അപ്പം ചോദിക്കുന്ന പിതാവിൻ്റെ നാമം ഏതാ, പുത്രൻ്റെ നാമം ഏതാ, പരിശുദ്ധാത്മാവിൻ്റെ നാമം ഏതാണ്? കൊരിന്ത്യർക്ക് 2 ലേഖനം 13:14 അപ്പോസ്തലനായ പൗലോസ് പറയുക, ആശീർവാദം പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ കൂട്ടായ്മ. എവിടെല്ലാം കിടക്കുന്ന വചനം, എവിടെല്ലാം കിടക്കുന്നു. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ സ്നാനത്തിനകത്ത് ഈ 3 പേരും ഉണ്ടായിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ വിടുക. കാരണം വെളിപ്പാട് ദിവസം 22, 12, 13, 14, 10, 11, 12, 13 വാക്യങ്ങൾ വായിച്ച് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും തന്നെ തന്നെ നീതീകരിക്കട്ടെ, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ടെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ഞാനതിലേക്ക് ഒന്നും കടക്കുന്നില്ല. അവരങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ വരിക. കട്ടുകളെ കൊണ്ട് നിറഞ്ഞ ലോകം. എന്നിട്ട് പരസ്യമായിട്ട് സാഹസിച്ചതുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പരസ്യമായിട്ടാണ് പത്രോസിനെ സാഹസിച്ചത്. ഗലാത്യർ 2-ാം അധ്യായത്തിൽ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ ദൈവമക്കളെ പിടിച്ചു യേശുക്രിസ്തു പറഞ്ഞ ഒറ്റ പോയിൻ്റ് പറയാം. മത്തായി 5:18, 19. ഈ ന്യായപ്രമാണ വാക്യങ്ങളിൽ നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തരുതെന്ന്. ആകാശവും ഭൂമിയും മാറിപ്പോൾ. അങ്ങനെയാണെങ്കിൽ കൂട്ടുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂട്ടുന്നവന് ഇതിലെഴുതിയിരിക്കുന്ന ബാധകളെ വരുത്തും. വെളിപ്പാട് പുസ്തകം 22, 18, 19. ഇതിലെഴുതിയിരിക്കുന്ന ബാധകളെ വരുത്തുമെന്ന. ബൈബിളിനകത്തുള്ള ബാധകളെ മുഴുവനും കൾട്ടുകാർക്ക് വരുത്തും. പിന്നെ കുറയ്ക്കുന്നവന് ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അംശത്തെ നീക്കിക്കളയുമെന്ന. ഗലാത്യർ 1:8-9 പൗലോസ് അപ്പോസ്തലൻ, ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ ഞങ്ങൾ പ്രസംഗിച്ച ഈ സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പിന്നെയും പറയുന്നു, അവൻ ശപിക്കപ്പെട്ടവൻ. സർശാഖ്യം 30:5-6 വായിച്ചു നോക്കിയ. വചനത്തിൽ നിന്ന് കൂട്ടരുത്, കുറയ്ക്കരുത്. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. ഇതിനകത്തൊന്നും മാറ്റാനില്ല. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് എവിടെയാണ് കിടക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി 18:24 മുതൽ 28 വരെ നിങ്ങൾ വായിച്ചു നോക്കി. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പൊല്ലോസ് എന്ന് പറഞ്ഞ വാഗ്മിയായ പ്രസംഗത്തിൽ അഗ്രഗണ്യനായിരുന്ന അപ്പൊല്ലോസ് യേശുക്രിസ്തുവാണ് ദൈവമെന്ന് തെളിയിക്കുകയായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. യഹൂദന്മാരുടെ പിതാവ് ഉണ്ടായിരുന്നല്ലോ. തെളിയിക്കുകയാണ്. യേശുക്രിസ്തുവാണ് ദൈവമെന്ന് തെളിയിച്ചു. അത് തന്നെ അവർ ചെയ്തത്. പിതാവ് ഓൾറെഡി ഉണ്ടല്ലോ അവർക്ക്, യഹൂദന്മാർക്ക്. യേശുക്രിസ്തുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് അബ്രാമെന്ന്. അവർക്കൊരു ദൈവമുണ്ട്. മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി വന്ന യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനും തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. സ്നാന സമയത്ത്
3 പേര് വന്നു. ആ ഒരാളാണോ 3 പേരുമായിട്ട് ഇടപെട്ടത്? ഹെർമോൻ മലയിൽ മത്തായി 17, മർക്കോസ് 9 അവിടെ ഇടപെട്ടത് ആരാ? ചുമ്മാ അടന്നങ്ങ് പറഞ്ഞോളുക. എല്ലായിടത്തും 3 പേരുണ്ട്. കുറച്ച് ഗ്രീക്കും പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. പണ്ടുള്ളവർ ഗ്രീക്കൊന്നും പഠിച്ചിട്ടൊന്നുമല്ല. ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല, എല്ലാം എനിക്കറിയാമെന്നുള്ളത് പറയും. നല്ലത് തന്നെയാണ്, ഗ്രീക്ക് പഠിക്കുന്നത് നല്ല തന്നെ, നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ഞങ്ങൾക്ക് രക്ഷയ്ക്ക് പിന്നെ സുവിശേഷം മാത്രം മതി. യോഹന്നാന്റെ സുവിശേഷം മതി ഒരു വിശ്വാസിക്ക് രക്ഷയിലേക്ക് വരാൻ. അവർക്കാർക്കും ഗ്രീക്കൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ചോദിക്കുക, ഇയാൾക്ക് ഗ്രീക്ക് അറിയാം? എനിക്ക് ഗ്രീക്കും അറിയത്തില്ല, മലയാളം അല്ലാതെ വേറെ ഒരു ഭാഷയും അറിയത്തില്ല. അങ്ങനെ ഇതിനെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം റിച്ചാർഡ് ഹാർവേഴ്സൺ എന്ന് പറഞ്ഞ കർത്തൃദാസൻ, ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വീഡിയോയിൽ. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു വന്ന സഭയല്ലേ, വിശുദ്ധന്മാരുടെ സംഘമല്ലേ, നേരുള്ളവരുടെ കൂട്ടമല്ലേ, ആത്മീയ ഗ്രഹമല്ലേ ഇത്? ആടുകളെ മോഷ്ടിക്കുന്നവർ, കരടിയും സിംഹവും എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ സ്വഭാവമാണ്. ഇതൊക്കെ ആയിരിക്കും കർത്താവ് പറഞ്ഞ ചെന്നായ്ക്കളെന്ന്. ഓക്കെ, ഞാനെൻ്റെ ഈ ആദിമസഭയിൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു വന്ന, ദൈവത്തിൽ ശരണം പ്രാപിച്ചു വന്ന, വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചു വന്ന ദൈവമക്കൾ ഈ സഭ ഗ്രീസിലെത്തിയപ്പോൾ അത് ഫിലോസഫിയായി മാറി, റോമിലെത്തിയപ്പോൾ പ്രസ്ഥാനമായി മാറി, യൂറോപ്പിലെത്തിയപ്പോൾ അതൊരു സംസ്കാരമായി മാറി, അമേരിക്കയിലെത്തിയപ്പോൾ ഇതൊരു വ്യാപാര സ്ഥാപനമായി മാറി. ഇന്നിപ്പോൾ സഭ എന്ന് പറയുന്നത് ആരാ? നമ്മളല്ലേ സഭ? യേശുക്രിസ്തുവിൻ്റെ മന്ദിരമല്ലേ നമ്മൾ? കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 3:16, 6:10, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 6:19, 20, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 6:16. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാൻ ഒരു മൺകൂടാരമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 5 കൂടാരമായ ഭൗമ ഭവനമാണിത്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാനുള്ള ഒരു ഭൗമ ശരീരമാണ്. അപ്പോൾ എന്താണ് എൻ്റെ ചിന്താവിഷയം? എന്താ ഇന്നത്തെ സഭയിൽ? ആദ്യത്തെ സഭ ഏതായിരുന്നു? മരുഭൂമിയിലെ സഭ. സ്വർഗത്തിലെ സഭ ഉണ്ടായിരിക്കാം, എങ്കിലല്ലേ അതിന് പ്ലാന് കൊടുക്കാൻ പറ്റൂ. ഒന്നാമത്തെ സഭ പുറപ്പാട് പുസ്തകം 25:8, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. വിശുദ്ധ മന്ദിരമാണ്. അവിടെ 3ആയിട്ട് തിരിയുന്നു: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഞാൻ ആ ഭാഗം വിടുന്നു. രണ്ടാമത്തെ സഭ എന്ന് പറയുന്നത് ദാവീദ് സാധനമെല്ലാം ഒരുക്കി വെച്ചു. നാഥാൻ പ്രവാചകൻ മോസ്തുതി പറഞ്ഞു. ശമൂവേൽ എഴുതിയ 2 പുസ്തകം 7:1, എൻ്റെ മനസ്സിലിഷ്ടമുള്ളതൊക്കെയും ചെയ്തോളാൻ. അങ്ങനെ ഇന്ന് മോസ്തുതിക്കാർ കുറേ ഉണ്ട്. മോസ്തുതി പറയുന്നവരെ പ്രോഗ്രാം കൊടുക്കത്തുള്ളൂ, ഇല്ലാത്തവർക്ക് അവർ കൊടുക്കൂല. ഉള്ള കാര്യം പറയുന്നവർക്ക് കൊടുക്കത്തില്ല. മനസ്സിലായില്ലേ? ദൈവവചനം കറതീർന്ന് പ്രസംഗിക്കുന്നവർക്ക് അവർ കൊടുക്കത്തില്ലെന്നേ. വേണ്ട, ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഉള്ളത് തുറന്ന് പറഞ്ഞ് കുറവുകൾ പറയുന്നവർക്ക് ആരാ മീറ്റിംഗ് കൊടുക്കുന്നത്? കൊടുക്കില്ല. പ്രോസ്പെരിറ്റി തിയോളജി ഇന്ന് മുഴുവനും ഇതെവിടെ നിന്ന് വലിഞ്ഞു കയറിയതാ? കർത്താവ് പറഞ്ഞതിനകത്ത് പ്രോസ്പെരിറ്റി ഇല്ലേ? കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 8:9, നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് കർത്താവ് ആത്മീയ സമ്പന്നരും ഭൗതികമായി സമ്പന്നരാക്കേണ്ടതിന് എന്ത് ചെയ്തു? ദൈവം ദരിദ്രനായി മാറിയ ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ എന്താണ് പറയുന്നത്? വളരെ ശ്രദ്ധിച്ച് കേട്ടോണ്ടമേ. സമയമുള്ളപ്പോൾ അങ്ങ് ഇട്ടേക്കാം. പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. വ്യാപാര സ്ഥാപനം. രണ്ടാമത്തെ സഭ ശലോമോൻ്റെ കാലത്ത് പണിതു. മൂന്നാമത്തെ സെരുബാബേലിൻ്റെയും എസ്രാ ശാസ്ത്രിയുടെയും ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ബാബേലിൽ നിന്നുള്ള മടങ്ങി വരവിൽ നെഹമ്യാവ് മതിൽ പണിയുന്നു. അങ്ങനെ 3 ഘട്ടമായിട്ട് വരുന്ന എസ്രാ ശാസ്ത്രിയുടെയും സെരുബാബേലിൻ്റെയും നേതൃത്വത്തിലൊക്കെ ഇവർ രണ്ടാമത്തെ ആലയം പണിയുന്നു. അത് ശലോമോൻ്റെ ആലയത്തിൻ്റെ അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും
ഒരു പരുവത്തിന് കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ദൈവസഭ എന്ന് പറഞ്ഞ് ഹേരോദാവ് 40 വർഷം കൊണ്ട് പണിതതാണ്. ഏകദേശം ശലോമോൻ പണിതതുപോലെ പണിതെന്ന ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. ഓക്കെ, എന്തു തന്നെ ആയിക്കോട്ടെ, ഈ സഭയുടെ ഈ ആലയത്തിൻ്റെ മനോഹാരികത ജനം നോക്കുമ്പോൾ യേശുക്രിസ്തു നോക്കിയത് എന്താണെന്നറിയാമോ? ലൂക്കോസ് 19:41 മുതൽ 47 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കണം, അപ്പോഴറിയാം. അവിടെ പറയുന്നുണ്ട് 49-41 വരെ തീർത്തുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കല്ലിനോട് ഈ ആലയത്തിൻ്റെ മനോഹാരികത നോക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം നിൽക്കുമ്പോൾ, ഭംഗി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശുക്രിസ്തു കണ്ടത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ആലയം തകർന്നു പോകുന്ന യേശുക്രിസ്തു കണ്ടത്. അത് തകർന്നു പോയില്ലേ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോയില്ലേ? ആലയത്തിൻ്റെ മനോഹാരികത നോക്കിയിട്ട്. എന്നാൽ ഇന്ന് കൃപായുഗത്തിൽ നിൽക്കുന്ന കൃപായുഗ സഭയ്ക്ക്, നമുക്ക് കൃപായുഗത്തിൽ നിൽക്കുന്ന സഭ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം വന്ന് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരുടെ കൈപ്പണിയാൽ പണിയുന്ന ഒരു സ്ഥലത്തും ദൈവം വാസം ചെയ്യുന്നില്ല. ദൈവം വാസം ചെയ്യുന്നത് വിശുദ്ധിയോടെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി കൂട്ടായ്മ ആചരിച്ച് നിൽക്കുന്ന, വചനാടിസ്ഥാനത്തിൽ ഉപദേശത്തിൽ നിൽക്കുന്ന, ദൈവസഭയോട് കൂട്ടുചേർന്ന് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവസഭയാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാ സഭയുടെ എഫെസ്യ ലേഖനം, ആ ശരീരമാ സഭയുടെ അവയവങ്ങളാണ്. നമ്മിലാണ് ക്രിസ്തു വസിക്കുന്നത്. കൊലോസ്യർ 1:26-27 മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലാണ് വസിക്കുന്നത്. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നോക്കാം. ഭൂമിയിലായിരുന്നവ കർത്താവ് 3 പ്രാവശ്യം കരഞ്ഞു. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 11:33 മുതൽ 35 വരെ കരഞ്ഞു, ലാസറിൻ്റെ വിഷയത്തോടനുബന്ധിച്ച്. അതെന്ത് കരഞ്ഞത്? വേറെ ഒന്നുമല്ല, അത് അവരുടെ അവിശ്വാസം കണ്ടിട്ട് കരഞ്ഞതാണ്. മത്തായി 27:46-50 അവിടെയും കർത്താവ് കരയുക. മനസ്സിലായില്ലേ? പിന്നെ കാണുന്നത് ലൂക്കോസ് 23:46 കർത്താവ് കരയുക. അവൻ നിലവിളിച്ചു, ഉറക്ക വിളിച്ചു, പ്രാണനെ വിട്ടു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ചോണം. ലൂക്കോസ് 19:41 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളും വായിച്ചാൽ അവിടെയും കിടപ്പുണ്ട് യേശുക്രിസ്തു വേദനിച്ച് പറയുന്ന കാര്യങ്ങൾ. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ ദൈവസഭ എന്ന് പറയുന്നത് എവിടെ പോയാലും കേട്ടിട്ടുള്ളത് അനുഗ്രഹിക്കും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്നാണ്. എഫെസ്യർ 1:3 പറയുന്നത് സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്ന, ആത്മീയ അനുഗ്രഹമെന്ന. കൊലോസ്യർ 3:2 പറയും ഉയരത്തിലുള്ളത് ചിന്തിക്കാണ്. ഉയരത്തിലെ നന്മയാണ്, ഉയരത്തിലെ നന്മ, ഉയരത്തിലെ ജ്ഞാനം, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. യാക്കോബ് 1:17 3:27 യാക്കോബ് 1:17 യാക്കോബ് 3:17 ഈ വാക്യപ്രകാരം ഉയരത്തിലെ ജ്ഞാനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വിശദീകരിക്കാൻ എബ്രായർ 11:31 പറയുന്നത് പോലെ 31-32 പറയുന്ന പോലെ സമയം പോരാ. അതുകൊണ്ട് ആ ഭാഗം വിടുക. ഉടൻ വിടുതൽ, ഇപ്പോൾ വിടുതൽ, ദോ വിടുതൽ 1 2 3 4 5 6 7 8 9 10 വിടുതൽ, 10 വരെ എണ്ണുന്നതിന് മുമ്പേ വിടുതൽ. ദൈവമേ, ഈ പാവങ്ങളെല്ലാം കേട്ടിട്ട് 10,000 ദിവസമായാലും ഇവർ വിടുതൽ പ്രാപിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ പറയുന്ന വചനത്തിനകത്ത് വിടുതലുണ്ട്. 3 വിടുതലിനെ കുറിച്ച് പെട്ടെന്ന് ഞാനങ്ങ് പറയാം. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫീസ്റ്റിങ്ങാണ്, ഒരു ഫാസ്റ്റിങ്ങും ഇല്ല. ഫാസ്റ്റിംഗ് എന്ന് പറയുകയും ചെയ്യും, 3 നേരം തിന്നുകയും ചെയ്യും. എങ്കിൽ പിന്നെ ഫീസ്റ്റിങ്ങാന്ന് പറഞ്ഞാൽ പോരെ. ഇനി എന്തിനാ, ആരെ കാണിക്കാനാണ് ഇത് ചെയ്യുന്ന ശുശ്രൂഷ?
അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ മുകളിലുണ്ട്. മനസ്സിലായില്ലേ? ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം സ്വർഗത്തേക്കാൾ ഉന്നതൻ മുകളിലുണ്ട്. രമ്യ 21-24 എപ്പോഴും പറയുന്ന വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. സ്നാനപ്പെട്ട് മരുഭൂമിയിലേക്ക് ചെന്ന് ഫാസ്റ്റിംഗ് ഇരുന്നു 40 ദിവസം. ഫാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ വിടുതലാന്ന് എല്ലാവരും പറയുന്നത്. എല്ലാവരും പറയുന്ന വിടുതലാന്ന്. ഈ ഉപവാസം കഴിഞ്ഞ ഉടനെ വിടുതലാന്ന്. 1-2 കാര്യങ്ങൾ പറയാം. മോശ 40 ദിവസം പർവ്വതത്തിലിരുന്നു. പുറപ്പാട് ദിവസം 32-ാം അധ്യായം 1 മുതൽ 7 വരെ. പർവ്വതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വിരലുകളാൽ എഴുതപ്പെട്ട കൽപ്പനകളുമായി, വചനവുമായി, 10 കൽപ്പനകളുമായി 2 കരങ്ങളിൽ പിടിച്ചു വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ അവിടെ ഒരു ആരവാരം. അഹരോനും കൂട്ടരും കൂടെ കാളക്കുട്ടിയെ, ചുരുക്കി പറയുക, കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധന സ്റ്റാർട്ട് ചെയ്തു. 2 കാലുള്ള ദൈവത്തെ 4 കാലുള്ളവനാക്കി മാറ്റി. എന്നിട്ട് പറയുക, അവരൊരു ഇസ്രായേൽ ജനം ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നേ പറഞ്ഞുള്ള, കാളയെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞില്ല. 32-ന് 1 മുതൽ 7 വരെ വായിച്ചാൽ മതി. കാളയെ കൊടുക്കണമെന്ന് പറയില്ല. ആഗ്രഹം പെട്ടെന്ന് കാളയെ ഉണ്ടാക്കി, ബലിപീഠം ഉണ്ടാക്കി. എന്നിട്ട് പറയുക, ഇതാകുന്നു നിങ്ങളുടെ യഹോവയെന്ന്. കണ്ടോ? കാളയെ നോക്കിക്കൊണ്ട് ആഗ്രഹം പറയുക, ഇതാണ് നിങ്ങളുടെ യഹോവയെന്ന്. ഇന്ന് കാളകളെ നോക്കിക്കൊണ്ടാണ് യഹോവയെന്ന് പറയുന്നത്. ഒരു സൈഡിൽ കാള, പിന്നെ പുള്ളിയുടെ ഉള്ളിൽ കിടന്ന കാള, മിസ്രൈമിലെ കാള ഉള്ളി പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഈ കാള വെളിപ്പെട്ടതായിട്ട് കാണുന്നില്ല. പക്ഷെ ചിലർ അന്ന് തുടങ്ങിയ കാള ഇന്നും കാള ഉള്ളിൽ കിടക്കുക, കാളയുടെ സ്വഭാവം തന്നെ എടുക്കുക. എനിക്കൊരു പേടിയില്ല ആരെ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ നല്ലതുപോലെ. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടൊക്കെ മാറുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇത് ശാപമാണ്. മനസ്സിലായോ? ആവശ്യമില്ലാത്ത ശാപമൊന്നും മാറ്റി വെക്കരുത്. തലമുറകൾക്ക് ആവശ്യമില്ലാത്ത ശാപമൊന്നും മാറ്റി കൊടുക്കല്ലേ. നമ്മളറിയത്തില്ല. അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് പറയും പഴയ നിയമം നമുക്ക് വേണ്ടെന്നല്ലേ പറയുന്നത്. സക്കറിയ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി ഈ ശാപം വന്ന് കയറുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു അവിടെ മോശ പർവ്വതത്തിലിരുന്നു, ഇറങ്ങി വന്നു. മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ വേണമെന്ന്. കാളയെ ഉണ്ടാക്കാൻ ഇസ്രായേൽ ജനം പറഞ്ഞില്ല. KP യോഹന്നാൻ്റെ ഉള്ളിൽ, യോഹന്നാൻ സാറിൻ്റെ ഉള്ളിൽ പുള്ളി മരിച്ചു. പുള്ളിയുടെ ഉള്ളിലൊരു കുരിശുണ്ടായിരുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് പുറത്തു വന്നതുപോലെ ഈ പുള്ളിയുടെ ഉള്ളിൽ നിന്ന് കാളക്കുട്ടി പുറത്തു വന്നു. കാളക്കുട്ടി പുറത്തു വന്നു. എന്നിട്ട് പറയും, ഇത് നിങ്ങളെ യഹോവയെന്ന്. എന്നിട്ട് ബലിപീഠം കെട്ടി, യാഗപീഠം കെട്ടി ആരാധന സ്റ്റാർട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റെന്നാ. ഇന്ന് സഭകളിൽ കളിയല്ലേ നടക്കുന്നത്. പൊട്ടച്ചല്, കളിവാക്ക്, എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നത്. എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നതെന്നറിയോ? വളരെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എല്ലാവർക്കും നല്ലതാണ്. എനിക്കും നല്ലതാണ്. എനിക്കും ഉണ്ട് തൂത്. എനിക്കും ഉണ്ടെന്നേ. ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്ന് കളിയാ. കളിയെന്ന് പറഞ്ഞാൽ ഇന്ന് കളിയാ. കാരണം ഇന്ന് വ്യാപാര സ്ഥാപനമായി മാറിയല്ലോ. വ്യാപാര സ്ഥാപനം എന്ന് പറയുമ്പോൾ ഈ ശരീരം വ്യാപാരം ചെയ്യുന്നല്ലേ അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരം വ്യാപാരം ചെയ്യുന്നതല്ലേ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യഭിചാരം ചെയ്യുന്നതല്ലേ.
വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഇത് അഡൾട്ടറി. 7-ാം ക്ലാസ് കൽപ്പന ലംഘിക്കുന്ന എന്നല്ലേ അർത്ഥം. 7-ാം കൽപ്പന ലംഘിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ദൈവമായിട്ട് തീർത്തു. അടുത്ത ഞാൻ പറയാം. കർത്താവ് 40 ദിവസം ഉപവാസം ഇരുന്നു. യിരെമ്യാ 42:7 പറയുന്നു, യിരെമ്യാ പ്രാർത്ഥിച്ച് 10 ദിവസം കഴിഞ്ഞ് മറുപടി. ഒരുപാട് വാക്യങ്ങൾ അങ്ങനെ കിടപ്പുണ്ട്. ഉപവാസം കഴിഞ്ഞ ഉടനെ വിടുതലല്ല. യേശുക്രിസ്തു ഉപവാസം കഴിഞ്ഞ ഉടനെ 3 കാര്യം പെട്ടെന്ന് പറയാം. പരീക്ഷകൻ അടുത്ത് വന്നെന്ന. പരീക്ഷകൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എന്തായാലും 40 ദിവസം ഒന്നും തിന്നാതെയും കുടിക്കാതെ ഇരുന്നല്ലോ, ഞാൻ നിനക്കൊരു വജ്രക്കല്ല് തരാം. അതങ്ങനെ ഇല്ല കേട്ടോ. നിങ്ങൾ ഇനി ഞാൻ കൂട്ടിയെന്നൊന്നും പറയരുത്. കാരണം സാധാരണ റോഡിൽ കിടന്ന കല്ലൊന്നും അല്ല പിശാച് കൊണ്ടുവന്നത്. അവനെ വെട്ടിയിട്ടപ്പോൾ കുറേ മുത്തുകളൊക്കെ താഴെ വീട് കാണും. ഒരു കൂട്ടരുണ്ട് നിധി മാന്താൻ നടക്കുന്നത്. അതങ്ങനെ വേറൊരു കൂട്ടർ തകടും കൊണ്ട് കുഴിച്ചിട്ടിട്ട് അത് മാന്തിയെടുക്കുന്ന ഒരു കൂട്ടർ. എന്നെയൊന്നും ദൈവം വെറുതെ വിടത്തില്ല. പാവങ്ങളെ കളിപ്പിക്കരുത്. പണ്ടൊരുത്തൻ 20 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിപ്പിച്ച് പിശാചിനെ ഒഴിപ്പിക്കാൻ, പിശാച് കയറാതിരിക്കാൻ പ്രാർത്ഥിച്ച് 4 സൈഡിലും ഒരു വീടിൻ്റെ തിരുവല്ല നടന്ന ഒരു സംഭവമാണ്. 4 സൈഡിലും കൊണ്ട് കുഴിച്ചിട്ടു. 5 ലിറ്റർ വെളിച്ചെണ്ണ വെച്ച് 4 ടിന്ന് കന്നാസിൽ കൊണ്ട് 4 കുഴി കഴിപ്പിച്ച് വേലക്കാരനെ കൊണ്ട് കുഴിപ്പിച്ച് അതിനെ കുഴിച്ചിട്ട് മണ്ണ് മൂടി. എന്നിട്ട് ഇയാൾ കൂടാരാ ഷീബാമാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് പോയി. വേലക്കാരൻ നോക്കിയപ്പോൾ നല്ല വെളിച്ചെണ്ണ 20 കിലോ. രാത്രിയിൽ അച്ഛനും അമ്മാമ്മയും ഉറങ്ങിയപ്പോൾ യവൻ ഇത് എടുത്തുകൊണ്ട് 4 മാന്തി എടുത്തുകൊണ്ട് വന്ന് യവനെ തട്ടുകടയിൽ കൊണ്ട് കൊടുത്തിട്ട് കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ട് ബാക്കി പൈസയും മാറ്റോണ്ട് അവൻ വീട്ടിൽ പോയി. അപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ കുഴിച്ചിട്ട് എണ്ണ കാണുന്നില്ല. അത് പറഞ്ഞു വേലക്കാരനെ വിളിക്കാൻ പറഞ്ഞു. വേലക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവൻ ഉള്ള സത്യം പറഞ്ഞു. കൊച്ചമ്മ വെറുതെ ഇതിനെന്തിനാ ഇതിവിടെ കുഴിച്ചിട്ട് വെറുതെ കളയുന്നതെന്ന് വിചാരിച്ച് ഞാനെടുത്തിട്ട് ഇതിവിടെ കുഴിച്ചിട്ടാലൊന്നും പിശാച് വരാതിരിക്കത്തില്ല. പിശാച് അവൻ ലോകം അവനറിയാവുന്നതിൻ്റെ അത്രയും പോലും മറ്റുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് ഞാനെടുത്ത് വിറ്റതാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? എന്താ അതിൻ്റെ ആത്മീയ അർത്ഥം എന്നാ? എണ്ണ കൊണ്ട് പിശാചിനെ ഓടിക്കാൻ നടക്കുക. അവരുടെ 20 കിലോ വെളിച്ചെണ്ണയുടെ പൈസ പോയി. ഇന്നത്തെ വിലയ്ക്കാണെങ്കിൽ നല്ല പൈസ പോവും. പോട്ട്, ഞാനതിലേക്ക് കിടക്കുന്നില്ല. വജ്രക്കല്ലുമായിട്ട് വന്നു. വജ്രക്കല്ലുമായിട്ട് വന്നിട്ട് പറഞ്ഞു, നീ ഈ കല്ല് അപ്പമായി തീരാൻ പറയാൻ പറഞ്ഞു. ഈ കല്ല് ഞാനിങ്ങനെ എടുത്തൊരു വ്യാഖ്യാനം കൊടുക്കുക. ആരും അതിനെ ദുർവ്യാഖ്യാനമൊന്നും ചെയ്തു കളയരുത്. ഞങ്ങൾ ഈയിടെ വചനം ധ്യാനിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 25-ാം അധ്യായം 36, 37, 38 വാക്യം. നാബാലിൻ്റെ ഭാര്യയായ അബീഗയിൽ, നാബാലിൻ്റെ കെട്ട് എന്ന് പറഞ്ഞാൽ കള്ളിൻ്റെ, അയാൾ അടിച്ചു പൂസായിരിക്കുക. അതിൻ്റെ വീഞ്ഞിൻ്റെ മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞപ്പോൾ അയാളോടൊരു കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോൾ അയാളുടെ ഹൃദയം കല്ലിച്ചു പോയെന്നാണ്. ഇന്ന് പലതിൻ്റെയും ഹൃദയം കല്ലിച്ചിരിക്കുക. ഞാനങ്ങനെ ഒരു വ്യാഖ്യാനം അവിടെ കൊടുക്കുന്ന ഇങ്ങനെയാണ്. ഇന്നത്തെ കല്ലുകളെ, അന്ന് യേശുക്രിസ്തു നാബാലിൻ്റെ കൂട്ടുള്ള കല്ലുകളെ അപ്പം ആക്കിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നീ അത് പോട്ട് അക്ഷരീകമായി അവിടുത്തെ സംഭവമാണല്ലോ, അതുകൊണ്ട് അവിടെ നടന്ന സംഭവമാണല്ലോ, അതുകൊണ്ട് സംഭവമായിട്ട് എടുക്കാം. കല്ലപ്പമായി തീരാൻ പറഞ്ഞു. കാരണം ഈ പ്രവചനം ആവർത്തന 8:3 കിടപ്പുണ്ട്. അവൻ നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും ചെയ്യും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. പ്രവചനം കിടക്കുക. അപ്പോൾ വിശക്കുമെന്നറിയാം, താഴ്ത്തുമെന്നറിയാം, വിശപ്പിക്കുമെന്നറിയാം. അവിടെ പറഞ്ഞ വചനം എടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു.
റോമർ 14:17 അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷവും സമാധാനവും ആണെന്ന് അവിടെ വചനം കിടപ്പുണ്ട്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട. ആരാധന, വർഷിപ്പ് എന്നാണ് പറയുന്നത്. എന്താ വർഷിപ്പ് എന്ന് അറിയത്തില്ല. ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന കൈതട്ട് തട്ടി ആരാധന, ഇതൊന്നും വേണ്ട. ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 29:31 പറയുന്നു, അവർ നല്ല മനസ്സുള്ളവരൊക്കെ സ്തോത്രയാഗങ്ങളെ കൊണ്ടുവന്നെന്ന. ഞാനിത് പറയുമ്പോൾ ഒരാളെങ്കിലും മാനസാന്തരപ്പെട്ടാൽ നല്ലതാ. ഇല്ലെങ്കിൽ എനിക്ക് നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചതുപോലെ ഞങ്ങൾക്കെങ്കിലും മാനസാന്തരം ഉണ്ടാവുമല്ലോ. മാനസാന്തരം ഡെയിലിയാണ്, അത് മറന്നു പോകരുത്. അവസാനം മരിക്കുന്ന സമയം തൊട്ട് 1 മിനിറ്റ് മുമ്പ് വരെ മാനസാന്തരപ്പെട്ടിട്ടേ പോകാവൂ. അത്രേ അതിനു വേണ്ടിയാണ് പറയുന്നത്. ഇന്നുള്ളവരാണെങ്കിൽ എന്ത് പറയും? ഇങ്ങോട്ടുവാ, ഞാൻ കല്ലപ്പൊക്കെ, ഞാൻ 40 ദിവസം ഇരുന്നതിൻ്റെ പ്രതിഫലമായത്. എന്നോട് കുറേ എണ്ണം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ കടം മാറ്റിത്തരാം, നിനക്ക് വീട് വെച്ച് തരാം, ഇതെല്ലാം നിനക്കുണ്ടാക്കിത്തരാം, പക്ഷേ ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതിയെന്ന്. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, നിനക്ക് ചർച്ച വെച്ച് തരാം എന്നെല്ലാവരും പറഞ്ഞതാ. യേശുനാമക്കാരനും പറഞ്ഞു, വേറെ കുറേ നാമക്കാരുമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു അത്ഭുതം നടക്കുക. ഇന്നത്തെ പെന്തക്കോസുകാരുടെ ഇടയിൽ നടക്കുന്ന ഒരു അത്ഭുതം. കല്ലെന്ത് ചെയ്യുക? അപ്പം വെക്കാൻ പറഞ്ഞാൽ ഇവന്മാർ അപ്പം വെക്കും, അല്ലെങ്കിൽ മാജിക്കെങ്കിലും കാണിക്കും. കല്ല് അപ്പം വെക്കുക. അത്ഭുതം. എന്നാ അത്ഭുതം? പറച്ചിലല്ലാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? നാളുകളായി പ്രാർത്ഥിച്ച് ഇരിക്കുന്ന വിഷയത്തിനകത്തൊരു വിടുതൽ വേണ്ടേ? ദൈവവചനത്തിലല്ലേ വിടുതൽ? ദൈവവചനത്തിന് യേശുക്രിസ്തുവോളം പവറുണ്ട്. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. യേശുക്രിസ്തുവിനോളം പവറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പേരേ ദൈവവചനം എന്നാ. വെളിപ്പാട് 19:13. യോഹന്നാന്റെ സുവിശേഷം 1:1. എന്താ പ്രവചിക്കേണ്ടേ? യിരെമ്യാ 25:30. വചനങ്ങളെ പ്രവചിക്കണം. വചനങ്ങളെയാ പ്രവചിക്കേണ്ടേ. അപ്പോൾ ഒന്നാമത്തേത് കല്ലപ്പമായി തീരുക. കർത്താവ് എന്താ പറഞ്ഞ? വചനം കൊണ്ടല്ലേ അവിടെ നിന്നേ. പിശാചിനോട് എതിർത്തത് വചനം കൊണ്ടല്ലേ. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുവിൻ, ദൈവവചനത്തിന് കീഴ്പ്പെടുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നല്ലേ പറഞ്ഞേ. വചനപ്രകാരം എതിർത്ത് നിൽക്കണ്ടേ ശത്രുവിനോട്? അതൊന്നും ചെയ്യില്ല. ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോ, നമുക്ക് വേണ്ടത്, നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, ഈ പ്രതിസന്ധികളും വെല്ലുവിളിയുടെ നടുവിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു നിത്യത കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ആ ഒരു പ്രത്യാശയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? യോഹന്നാൻ എഴുതിയ 1 ലേഖനം 2:24 പറയുന്നു, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് തന്നെ നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ പിതാവും പുത്രനും നിങ്ങൾ വസിക്കുന്നു. അങ്ങനെ വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനെ കിട്ടുമെന്ന. ആദ്യം മുതൽ കേട്ട വാഗ്ദത്തം നിത്യജീവൻ തന്നെയെന്ന, നിത്യജീവന. അതാണ് വാഗ്ദത്തം. 2 യോഹന്നാന്റെ സുവിശേഷം 14:1. കർത്താവ് പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. ആദിമ നൂറ്റാണ്ടിലെന്ന് പറഞ്ഞാൽ പെന്തക്കോസ് അനുഭവമായിരുന്നു. 2-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അനുകരണമായി. 3-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അത് അഭിനയമായി മാറി. 4-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അലർജിയായി മാറി. ഇതിനെയൊക്കെ വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അത് ഞാൻ പിന്നത്തേതിൽ ദൈവാനുവദിച്ചാൽ പിന്നത്തെ വീഡിയോയിലിടാം. വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഒന്നാമത് കർത്താവ് പരീക്ഷകൻ അടുത്ത് വന്നു, 1-ാം ക്ലാസ് അത് പാസ്സായി. എൻ്റെ ഭാഷയെ പറഞ്ഞു. 2-ാം ക്ലാസ്സിലെ പരീക്ഷ, 1-ാം ക്ലാസ്സിലെ പരീക്ഷ എന്താ പരീക്ഷ? നല്ല പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പറയും, ദൈവമേ വലിയ പരീക്ഷ വരട്ടെ, വലിയ പരീക്ഷ വരട്ടെ, അതെനിക്ക് എഴുതി പാസ്സാകാൻ കഴിയുമെന്ന് പറയും. പക്ഷേ പഠിക്കാത്ത പിള്ളേർ പറയും, കർത്താവേ ക്ലാസ്സിൽ സാറ് വരല്ലേ, ഇന്നാ സാറ് വരല്ലേ, ഇന്നാ സാറ് വരല്ലേ, ഒന്നുമില്ലെങ്കിൽ ആ സ്കൂളെങ്കിലും കത്തിപ്പോണേന്ന് പ്രാർത്ഥിക്കും. മടിയന്മാരാ. പരീക്ഷ, 2ാമത്തെ പരീക്ഷയാണ് എന്താണ്? നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക എന്ന് പറഞ്ഞു. താഴോട്ട് ചാടുക. എന്നൊരു ദൈവാസന ഭാഷയിൽ പറയും, ഇന്നുള്ള ആൾക്കാരാണെങ്കിൽ കാല് നീട്ടി ചാടുമായിരുന്നു. കാല് നീട്ടിയിട്ട് ഒറ്റ ചാട്ടം ചാടുമായിരുന്നു. നിന്നെ 91-11 പറയുക, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുക. ഇനി എടുത്ത് പറയുക, ഒരുത്തനെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുക, അഗ്രത്തിന്മേൽ നിർത്തിയിട്ട് പറയുക, നീ ഒരു ദൈവ മനുഷ്യനെ താഴോട്ട് ചാടുക. നീ ചാടി ഒന്നും പറ്റിയില്ലെങ്കിൽ അമ്മാമ്മ പറയും, എൻ്റെ അച്ചായനൊരു മിറക്കിൾ നടത്തിയെന്ന്, വലിയൊരു മിറക്കിൾ അങ്ങ് നടത്തിയെന്ന് പറയും. അങ്ങനെയാണ് പറയുന്നത്. കർത്താവ് അവിടെ മിറക്കിളൊന്നും ചെയ്തില്ല. കർത്താവ് വചനം കൊണ്ട് നിൽക്കുകയായിരുന്നെന്ന്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രോസ്പെരിറ്റി തിയോളജി ഇറങ്ങിയിട്ടൊക്കെ 10-18 വർഷമേ ആയിട്ടുള്ളൂ, 15 വർഷമൊക്കെ, 16-17 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഫയറുകാർ ഇറങ്ങിയിട്ട് ആ സമയം ആയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അടുത്ത 3-ാമത്തെ അത്ഭുതം, ഭൂലോകത്തിലെ മുഴുവനും സ്ഥലത്തെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പറയുക, ഇത് മനുഷ്യനെ ഏൽപ്പിച്ചതാ. ഉൽപ്പത്തി 1:26 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ സകലത്തിന്മേലും അടക്കി വാഴുവാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചതാ. മനുഷ്യനെ ഏൽപ്പിച്ചു, മനുഷ്യൻ അത് സാത്താൻ്റെ കയ്യിൽ കൊടുത്തു. യോഹന്നാൻ എഴുതിയ 1-5-19 സകലവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 9:24 ഭൂമിയെ ദൈവം അവൻ ദുഷ്ടൻ്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. 115-ാം സങ്കീർത്തനം 15-16-17 സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. മനുഷ്യർക്ക് നൽകിയതാ. ഇതിപ്പോൾ സാത്താൻ പിടിച്ചു വച്ചിരിക്കുക. അവൻ്റെ കയ്യിൽ കൊണ്ടിട്ട് കൊടുത്തു. കഴിവുകേട് ആരുടെയാ? മനുഷ്യൻ്റെ അല്ലേ? ഇപ്പം അവൻ തരുമോ? ദൈവമക്കൾക്ക് ഘട്ടം ഘട്ടം കടഭാരം, പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, പ്രശ്നങ്ങളെന്ന് പറഞ്ഞിരിക്കുമ്പോൾ മനുഷ്യനെ ഏൽപ്പിച്ചത് മനുഷ്യന് ഉത്തരവാദിത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യാഞ്ഞിട്ടല്ലേ? ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ചിട്ടല്ലേ? അവൻ പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുക, സൃഷ്ടികർത്താവിനോട് പറയുക, ഇതെല്ലാം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നത്. ഭൂലോകം മുഴുവനും അതിൻ്റെ സൗന്ദര്യ സകല മഹത്വങ്ങളും കാണിച്ചിട്ടാ പറഞ്ഞേ. ഇന്നുള്ളവരാണെങ്കിൽ എന്തു പറയും?
ഇന്നുള്ളവരാണെങ്കിൽ എന്തു പറയും? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. കേട്ടോണേ, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നല്ലേ മുകളിൽ എന്നെ, അതുകൊണ്ട് ഞാൻ നിന്നെ കുറേ നാൾ ആരാധിച്ചല്ലോ, ഇനി എന്നെ കുറേ നാൾ ആരാധിക്കുന്ന. പുറപ്പാട് 32:1-7 പറഞ്ഞതുപോലെ ഇതുവരെ ദൈവം പറഞ്ഞത് കേട്ട് ദൈവത്തെ ആരാധിച്ചു പോന്നു. ഇപ്പോൾ കാളവിഗ്രഹത്തെ ആരാധിച്ചാൽ മതി. ആരാധന 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 തുതി ആരാധന എന്ന് പറഞ്ഞു നടക്കാതെ കുറച്ചൊക്കെ വിശുദ്ധിയോടെ വേർപാടോടെയൊക്കെ ജീവിക്കാൻ കഴിയും. ദൈവവചനം വേണം. നമ്മളൊക്കെ പറയും ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെന്ന്. പക്ഷെ ആത്മീയമായിട്ട് ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ വർഷിപ്പ് നടത്തി ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 20 വരെ വർഷിപ്പ് നടത്തി ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് പോയപ്പോൾ ആരാധന നടത്തി ഈ പാലം നേരെ ടെറസിൻ്റെ മണ്ടയിൽ കയറി സീരിയൽ കണ്ട് സീരിയസ് ആയി, പാപം ചെയ്തു, കൊലപാതകം ചെയ്തു. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഹിക്കരുത്, 3 കൽപ്പന അവിടെ ലംഘിച്ചു. കള്ളസാക്ഷി പറയരുത്, കള്ളവും പറഞ്ഞു. പോട്ട് 4 കൽപ്പനയോടെ ലംഘിച്ചുകൊണ്ട് പാപം ചെയ്യുന്നു. 1-ാമത്തെ പാലം നീകൾ പറഞ്ഞതാ, നീ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് എന്ത് എന്നൊക്കെ ചോദിച്ചാൽ ഇനി ഞാൻ തുള്ളും എന്ന് പറഞ്ഞതാ. നേരെ തുള്ളി എവിടെ പോയി? നേരെ ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 11-ലേക്ക് പോയി. അങ്ങനെ ഒരു പാലം അങ്ങോട്ട് പോയി, അടുത്ത പാലം ഇതാ ഇങ്ങോട്ട് വരുന്നു. ദർശനമുള്ളവൻ്റെ അടുത്തേക്ക് ഒരു പാലം വരുന്നു. ജനസിസ് ചാപ്റ്റർ 37 ഉൽപ്പത്തി 37-ാം അധ്യായം പഠിക്കുമ്പോൾ ദർശനമുള്ള യോസഫിൻ്റെ അടുത്തേക്ക് 39-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പോത്തിഫറിൻ്റെ ഭാര്യയാകുന്ന, പേര് പോലും ഇല്ല, പോത്തിഫറിൻ്റെ ഭാര്യയാകുന്ന ഒരു പാലം ഇങ്ങോട്ട് വരിക. പുള്ളി ജീവനും കൊണ്ട് ഓടി. അതാണൊരു ഭക്തൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു എങ്കിലും പ്രമാണം ഇല്ലാത്ത കാലത്ത് പോലും താൻ ഓടി മാറിയില്ലേ? പ്രമാണം കയ്യിൽ കിട്ടിയില്ല. പുറപ്പാട് പുസ്തകത്തിലല്ലേ മോശ ജനിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ഇട്ടിട്ടോടി. ഒരു കഷ്ണം തുണിയിൽ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലവട്ടം പറഞ്ഞു, ഒരു കഷ്ണം തുണിയും 2 കള്ളസാക്ഷികളും ഉണ്ടെങ്കിൽ ഏത് നീതിമാനും ഒരു പോത്തിഫറിൻ്റെ ഭാര്യയും യോസഫിൻ്റെ ഒരു കഷ്ണം തുണിയും 2 കള്ളസാക്ഷികളും ഉണ്ടെങ്കിൽ ഏത് നീതിമാനും കാരാഗ്രഹം ഉറപ്പാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ പാലം ഇങ്ങോട്ട് വന്ന പാലത്തെ വിട്ടിട്ട് ഒരൊറ്റ ഓട്ടം ഓടി. കാരാഗ്രഹം കിട്ടിയാലും വേണ്ടിയില്ല. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവൻ ആരുമില്ല, നിന്നെ ഒഴികെ എൻ്റെ യജമാനൻ വേറെ ഒന്നും എന്നെ വിലക്കിയിട്ടില്ല. നമ്മൾ ദൈവത്തോട് പാപം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓടി മാറിയ യോസഫ്. അപ്പോൾ ഒരു പാലം നമ്മൾ ആത്മീയമായി ചിന്തിച്ചാൽ ഈ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൽ കൂടെ അങ്ങോട്ടും പോകാം, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. ഓടി മാറേണ്ടിടത്ത് ഓടി മാറിക്കോണം, മാറിപ്പോകേണ്ടിടത്ത് മാറിപ്പൊക്കോണം. നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയെ നഷ്ടപ്പെടുത്താതെ ഓടി മാറിക്കോണം.
അങ്ങനെ പറയുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ ഒന്ന് ആരാധിക്കുക. സാത്താൻ പറയുക, എന്നെ ഒന്ന് നീ വീണ് നമസ്കരിച്ചാൽ, സൃഷ്ടികർത്താവിനോട് പറയുക, നിനക്കിതെല്ലാം ഞാൻ അങ്ങ് തരാം. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും കൂടെ പറഞ്ഞിരിക്കുന്നുവല്ലോ. ലൂക്കോസ് 10:27, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സ്നേഹിക്കണം, അവനെ സേവിക്കണം. എൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. കർത്താവ് പറയുക, ഞാൻ ആ ഭാഗം തീർത്ത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ആരാധനയോടുള്ള ബന്ധത്തിൽ പൂർണ്ണമായി പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. എത്ര പേർക്ക് അതിന് കഴിയും? നിനക്ക് വീട് തരാം, കാറ് തരാം, കൂട് തരാമെന്ന് 15 വർഷമായി പറച്ചിൽ തുടങ്ങിയിട്ട് എത്രയോ എണ്ണം കംപ്ലൈൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രഭാകരന്മാരെയും വിളിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രഭാകരന്മാരെയും കുണ്ടറ പ്രഭാകരന്മാരും ഉണ്ട്, കൊട്ടാരം പ്രഭാകരന്മാരും ഉണ്ട്. കുണ്ടറ പ്രഭാകരന്മാർ കുണ്ടറയിൽ ചെന്ന കാണിക്ക കുറച്ച് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ പ്രവചനം പറയും, കള്ളപ്രവചനം പറയും. ആവർത്തനം 18 മുതൽ 20-22 വരെ വായിക്കും. തീർത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഉള്ള നിയമം ഇവിടെ വരണമായിരുന്നു. ഒരുത്തൻ ദൂത് പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ന്യായവിധി. കല്ലെറിഞ്ഞ് കൊല്ലുക. ആ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കണം, ഭയപ്പാട് വരും. മീക 3:5-6, പല്ലിന് വല്ലതും കടിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ച് നല്ലത് പറയും. പല്ലിന് വല്ലതും കടിക്കാൻ കൊടുത്തില്ലെങ്കിൽ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുന്ന ചില പ്രവാചകന്മാരെ കുറിച്ച് പറയാം. ചില പ്രവാചകന്മാർ, എല്ലാവരും അല്ല. എൻ്റെ ജനത്തെ തെറ്റിച്ച് എസെക്കിയേൽ 22:28 പറഞ്ഞ്, എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയും. അവരോട് ദൈവം പറയാത്തത് പറഞ്ഞ് അവരെ കുമ്മായം തേപ്പിക്കുന്ന ചില കള്ളപ്രഭാകരന്മാരുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ദൈവം പറയാത്തതൊന്നും വേണ്ട. എന്താണ് പ്രവചനം? ഇരമ്യ 25:30 പറയുന്നു, രമ്യാവേ, നീ വചനങ്ങളെ പ്രവചിച്ചു പറയുക. ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് വിടുതലില്ലേ? നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് വിടുതലില്ലേ? വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഭൂതങ്ങൾ അലറി ഓടും. തിമോഥെയോസ് 2:2 പറയുന്നു, ദൈവവചനത്തിന് ബന്ധനമില്ല. ബന്ധനമില്ലാത്ത വചനം പറയുമ്പോൾ തന്നെ ബന്ധനം അഴിയത്തില്ലേ? നമ്മളിതൊക്കെയല്ലേ കാണേണ്ടത്. അപ്പോസ്തലപ്രവൃത്തി 8:5-6, ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചതിലുള്ളൂ. ഭൂതങ്ങൾ അലറിയോടി, രോഗികൾ സൗഖ്യമായി, മുടന്തർ എഴുന്നേറ്റു, അനേകർ മാനസാന്തരപ്പെട്ടു, മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടു, അവർ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 10:44-45 പറയുന്നു, പത്രോസ് ഈ വചനങ്ങളെ പ്രസ്താവിക്കയിൽ തന്നെ ഭൂതങ്ങൾ അലറി ഓടി, രോഗികൾ സൗഖ്യമായി. 10:44-45 പറയുന്നു. അവിടെ പറയുന്നു, പത്രോസ് ഈ വചനങ്ങളെ പ്രസ്താവിക്കയിൽ, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. വിവിധ ഭാഷകളിൽ സംസാരിക്കുക. അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നടന്നത്? അവർ പറഞ്ഞു, ഇവരെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെ സ്നാനം ഏൽപ്പിക്കുക. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെ പ്രസംഗിച്ചതേ ഉള്ളൂ. അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു, വീര്യപ്രവൃത്തികൾ നടന്നു, മരിച്ചവർ ഉയർത്തു, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടന്നു. നിഴൽ തട്ടുമ്പോൾ സൗഖ്യമാകുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്, മുടന്തർ ചാടി എഴുന്നേൽക്കുന്നുണ്ട്, പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നുണ്ട്. അഗബോസ് പ്രവചിച്ചത് താൻ മരിക്കുന്നതിന് മുൻപേ ആ പ്രവചനം നിവൃത്തിയായി. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണ്ടേ? അപ്പം ഈ 3 കാര്യം, ലോകം, ജഡം, പിശാച്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതല്ലേ കർത്താവ് ജയിച്ചത്.
ഏദൻ തോട്ടത്തിൽ നുഴഞ്ഞു കയറിയ ദുഷ്ടശക്തി ആദാമ്യവർഗത്തെ വഞ്ചിച്ച് അനുസരണക്കേടിനാൽ പാപം ചെയ്ത് അവരെ തോലൊടിപ്പിച്ച് 3:21 ഉൽപ്പത്തി 3:21 തോലൊടിപ്പിച്ച് അവരെ തോട്ടത്തിന് പുറത്താക്കി കാവലിന് വേണ്ടി കെരൂബുകളെ വട്ടം തിരിയുന്ന വാളുമായി കറങ്ങുന്ന വാളുമായി നിർത്തിയിരിക്കുക. ആര് കയറിയാലും വെട്ടുകൊള്ളും. സക്കറിയ പ്രവാചകൻ ഇതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നു, വാളെ ഇടയനെ വെട്ടുക, ആടുകൾ ചിതറേണ്ടതിന് ഇടയനെ വെട്ടുക. യോഹന്നാൻ 18-ാം അധ്യായത്തിൽ നിറവേറിയില്ലേ? ആടുകൾ ചിതറിയില്ലേ? ഇടയനെ വെട്ടിയില്ലേ? പ്രവചനപ്രകാരം ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പോയി. കർത്താവ് ഇതുവരെ മധ്യാകാശത്ത് വന്നിട്ടില്ല. വരും, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല, നിശ്ചയമായി വരും. കാരണം താമസിക്കുന്നതിൻ്റെ കാരണം പത്രോസ് എഴുതിയ 2-ാം ലേഖനം 4:8 മുതൽ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് ദീർഘക്ഷമയോടെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കൊള്ളണം. അവിടെ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരട്ടെ. കർത്താവ് ജയിച്ചത് ഏദൻ തോട്ടത്തിൽ പറഞ്ഞത് മനസ്സിലായല്ലോ. പഴം തിന്നു എന്നാ കിടക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. പഴം പറിച്ചു നിന്ന് ഭർത്താവിനും കൊടുത്തു. കള്ളത്തരം പറഞ്ഞ് തുടരുത്, വാസ്തവം. 2 കള്ളത്തരം അവിടെ കയറി. അവിടെ ആകെ 2 കള്ളമേ ഒന്നുള്ളൂ. ഇവിടെ 1000 കള്ളം പറഞ്ഞ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കള്ളത്തരം പറയുക, പൊള്ളത്തരം കാണിക്കുക. അതുകൊണ്ട് നമുക്ക് ദൈവത്തോടടുക്കാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ലോകം, ജഡം, പിശാച്, ഇതിനെ കർത്താവ് ജയിച്ചു. അതിന് ഞാൻ ഇങ്ങനെ പറയുന്നു, നമുക്കെന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13:13 പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ ഏറ്റവും വലിയതോ സ്നേഹം തന്നെ. ആ കർത്താവിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് പോയതുപോലെ വീണ്ടും വരും. ഒരു ദൂതൻ പറഞ്ഞത് നടന്നെങ്കിൽ, മറിയോട് പറഞ്ഞത് ഒരു ദൂതൻ പറഞ്ഞത് നടന്നെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 1:26 മുതൽ 39 വരെ വായിക്കുമ്പോൾ നടന്നെങ്കിൽ 2 ദൂതന്മാർ പറയുന്നു, എലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? അവൻ പോയതുപോലെ വീണ്ടും വരും. വീണ്ടും വരുന്ന ക്രിസ്തു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ അവൻ ഇറങ്ങി വരും. മധ്യാകാശത്ത് വരും. ക്രിസ്തുവിൽ മുൻപേ മരിച്ചവർ ഉയർക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിൻ്റെയും പുറകെ ഓടണ്ട. വചനത്തിൽ വേരൂന്നി നിൽക്കാം. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കാം. വചനം പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കാം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നിൻ്റെ പുറകെ, ആരുടെയും പുറകെ ഓടേണ്ട കാര്യമില്ല. ദൈവവചനം ആര് പറയുന്നുവോ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇത് 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയാന്ന വചനമാണ്. സങ്കീർത്തനം 12:6 പറയുന്നത് പോലെ ഈ വചനം ഇന്നത്തെ പ്രോസ്പെരിറ്റിയുടെ പുറകെ കാറ് തരാം, വീട് തരാം, കൂട് തരാം എന്ന് പറഞ്ഞവന്മാരുടെ പുറകെ ഒന്നും പോരുത്. ഇതൊക്കെ കർത്താവ് അനാദി നിത്യതയിൽ ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് എഫേസ്യർ 1:4 വചനപ്രകാരം സകലതും സൃഷ്ടിച്ചതാ. അതുകൊണ്ട് ഇതിൻ്റെ പുറകെ ആരും ഓടരുത്. അവന്മാർ വെറുതെ പറയുന്നതാ, കള്ളത്തരം പറയുന്നതാ. അതുപോലെ കട്ടുകടെ പുറകെ പോകരുത്, യേശുനാമക്കാരുടെ പുറകെ പോകരുത്, ഒന്നും പോകരുത്. നമുക്ക് ആദിമസഭ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.